ഹായ് ഹലോ വിനോദ് വിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കൊന്നൊരു ബബ്ലൂസ് നാരങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ഒരു പാക്കറ്റ് പാല്, പിന്നെ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, പിന്നെ ഒരു 3 ഏലക്കായ. അപ്പോൾ നമുക്ക് ഈ ബബ്ലൂസ് നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് നടുവായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അല്ലികളൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അല്ലി കാണാൻ നല്ല ഭംഗിയുണ്ട്. പോരാത്തതിന് അതിൻ്റെ ലൈറ്റായിട്ട് ഒരു പിങ്ക് കളറും കൂടി വന്നപ്പോൾ നല്ല സൂപ്പർ കളറായിരുന്നു. അപ്പോൾ നമ്മൾ നേരാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഓരോ അല്ലിയായിട്ട് വേർപെടുത്തിയെടുക്കാം. ഈ ബബ്ലൂസ് നാരങ്ങ എൻ്റെ ചെറുപ്പത്തിൽ കഴിച്ചൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലിത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളോട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സഞ്ജുവേട്ടൻ എത്തിയിട്ടുണ്ട്. അവനും ഈ ബബ്ലൂസ് നാരങ്ങ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ആകാംക്ഷയും ഉത്സാഹത്തോടു കൂടിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബബ്ലൂസ് നാരങ്ങൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇത്രത്തോളം നമുക്കതൊന്ന് കിട്ടി. അപ്പോൾ നമുക്കിനി പാലും പഞ്ചസാരയും ഏലക്കായൊക്കെ ചേർത്തിട്ട് അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ ആദ്യം ഏലക്കായുടെ കുരുവാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബബ്ലൂസ് നാരങ്ങയുടെ അല്ലിയൊക്കെ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, നമ്മളിതൊരു അളവൊന്നും എടുത്തിട്ടില്ല, നമുക്ക് എത്രയാണോ മധുരം അതിനാവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് പാല് ഒഴിച്ച് കൊടുക്കാം. പാല് മാത്രമേ അതിൽ ചേർക്കുന്നുള്ളൂ, വേറെ വെള്ളമൊന്നും നമുക്കിതിൽ ചേർക്കുന്നില്ല. നന്നായിട്ടതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ഷേക്ക് നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഷേക്കിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. നമ്മളത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഗാർണിഷിങ്ങിന് വേണ്ടി നമ്മൾ ഷേക്കിൻ്റെ മുകളിൽ കുറച്ച് അല്ലികൾ വിതറി കൊടുക്കുന്നുണ്ട്. ഷേക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഞ്ജുട്ടൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അവൻ സൂപ്പറായി എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ ചെറുപുളിയും കയ്പ്പും മധുരമൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.